എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജോസൂട്ടി ജോർജ് കാഞ്ഞിരത്തുമുണ്ടിൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ച് നല്ല ഒന്നാന്തരം ഒരു മിൽക്ക് ഷേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓറിയോ ബിസ്ക്കറ്റ് ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ മിൽക്ക് ഷേക്ക് ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഡബിൾ ആവും. കാരണം ഓറിയോ ബിസ്ക്കറ്റിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന ഞാലിപ്പൂവൻ പഴത്തിൻ്റെയും പിന്നെ കട്ട പാലിൻ്റെയൊക്കെ ടേസ്റ്റ് വളരെ അതിമനോഹരമായ ടേസ്റ്റ് ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും പിന്നെ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾ നോട്ടിഫിക്കേഷൻ ആക്കി വയ്ക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓറിയോ ഷേക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് 10 രൂപയുടെ ഒരു ഓറിയോ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കൊരു പഴം ആവശ്യമുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഞാലിപ്പൂവൻ പഴമാണ്. പിന്നെ നമുക്ക് ടേസ്റ്റ് ഇച്ചിരൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ജെംസ് ആഡ് ചെയ്യാം. ജെംസ് ആഡ് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഓറിയോയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ആരും ഓറിയോ കുടിച്ചിട്ടില്ലെങ്കിൽ ഓറിയോ ഉണ്ടാക്കി ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ പൊട്ടിക്കുകയാണ്. ഓറിയോ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മളൊരു ഇപ്പോൾ ഒരു ഗ്ലാസ്സിനുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഏകദേശം ഒരു 3 ബിസ്ക്കറ്റ് മതിയായിരിക്കും. ഇത് 10 രൂപയുടെ ബിസ്ക്കറ്റിന് ഏകദേശം 5-6 ബിസ്ക്കറ്റ് ഉണ്ട്. നമുക്ക് 3 ബിസ്ക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളന്നേരം എടുക്കുന്ന ഒരു 3 ബിസ്ക്കറ്റാണ്. ഓറിയോ ഫുൾ 3 ബിസ്ക്കറ്റ്. 1 2 അപ്പോൾ 3 ബിസ്ക്കറ്റാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഓരോയുടെ 3 ബിസ്ക്കറ്റ്. ഈ 3 ബിസ്ക്കറ്റ് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിൽ വെച്ചിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് പഴവും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പഴവും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഞാലിപ്പൂവൻ പഴം തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാലിപ്പൂവൻ പഴത്തിൻ്റെ ആ ടേസ്റ്റ് കട്ടി നമുക്ക് ആ ഒരു ബൈൻഡിങ്ങിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഞാലിപ്പൂവൻ പഴം തന്നെ പറയുന്നത്. ഓരോ ബിസ്ക്കറ്റും പഴവും കൂടെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഏകദേശം പൊടിഞ്ഞെന്ന് തോന്നുന്നു. പഴവും കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് തെറച്ച് പോകാനുള്ള ചാൻസ് ഒന്നുമില്ലാണ്ട് അത് നല്ല പൊടിഞ്ഞ് ക്രഷായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനിയും കട്ട പാല് ചേർത്ത് കൊടുക്കണം. നമ്മൾ കണ്ട് ഉപയോഗിക്കുന്ന മലനാടിൻ്റെ മിൽക്കാണ്. അപ്പം മലനാടിൻ്റെ കട്ടപ്പാലാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ അടുത്തുള്ള ബേക്കറികളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോഴത്തേനും മലനാടിൻ്റെ മിൽക്ക് അല്ലെങ്കിൽ മിൽമയുടെ മിൽക്ക്, ബാക്കി ഒരു കട്ടപ്പാൽ നിങ്ങൾക്ക് അത്ര കട്ടി ഉണ്ടാവില്ല. മിൽമയ്ക്കും കുഴപ്പമില്ല. മിൽമയുടെ പാൽ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് മിൽമയുടെ ഇതുപോലെ മഞ്ഞപ്പാൽ വാങ്ങിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കി എടുത്താൽ അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും. അതിന് കൊഴുപ്പ് കൂടുതലുള്ള പാലാണ് ഈ മഞ്ഞപ്പാൽ. അപ്പോൾ തീർച്ചയായിട്ടും മഞ്ഞല ചുമപ്പ് നമുക്കിത് ഒരു ഗ്ലാസ്സിനുള്ളത് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ഗ്ലാസ്സിനുള്ള പാലാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് ജെംസ് ആഡ് ചെയ്യുന്നില്ല. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് നോക്കിയിട്ട് മാത്രം പഞ്ചസാര ഇട്ടാൽ മതി. അപ്പം നമ്മൾ ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കാം. അതപ്പോൾ നമുക്ക് നല്ലോണം അരഞ്ഞിട്ടുണ്ട്, നല്ലോണം മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ടേസ്റ്റ് മധുരം ഉണ്ടോ നോക്കിയിട്ട് മാത്രം പഞ്ചസാര ആഡ് ചെയ്താൽ മതിയാവും. അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഞാനത് പഞ്ചസാര ചേർക്കുന്നില്ല. പഞ്ചസാര ചേർക്കാതാണ് ഞാനിത് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓറിയോയുടെ പൊടി അവിടെയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ നമുക്കത് തട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. ഇതുണ്ടത് നമ്മുടെ ഓറിയോയുടെ നല്ല കിടുക്കൻ ഷേക്ക്. അപ്പോൾ നമ്മളിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ കറക്റ്റ് ഒരു ഗ്ലാസ്സേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അധികം നമ്മൾ ഉണ്ടാക്കിയില്ല. കാരണം വെച്ചാൽ ഇൻ കേസ് എന്നെങ്കിലും അഴുക്കാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അതാണ് നമ്മളൊരു ഗ്ലാസ് ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുണ്ടാക്കിയ നമ്മുടെ ഓറിയോ ഷേക്ക്. അപ്പോൾ ഓറിയോ ഷേക്കിനകത്ത് നമ്മളിതിനകത്ത് ജെംസ് ചേർത്തില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാക്കിയ ഷേക്കിനകത്ത് ജെംസ് ചേർത്തായിരുന്നു. ഇതിനകത്ത് ജെംസ് ഒന്നും ചേർത്തില്ല. ജെംസൊക്കെ ചേർക്കാതെ ഉള്ള ഒരു ഷേക്കാണ്. നമ്മുടെ ഓറിയോ മാത്രം അടിച്ചാണ്. അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഓറിയോയ്ക്കകത്തുള്ള കട്ടി ചോക്ലേറ്റും അതിനകത്തെ ആ ഫില്ലിങ്, ചോക്ലേറ്റ് ഫില്ലിങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. ഒരു പഴവും നമ്മുടെ 3 ഓറിയോ ബിസ്ക്കറ്റും പിന്നെ ചേർത്തേക്കുന്നത് നമുക്ക് 1 ഗ്ലാസ്സിന് ആവശ്യമായിട്ടുള്ള പാലുമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു, അത് നമ്മുടെ മലനാടിൻ്റെ പാലാണ് ചേർത്തേക്കുന്നത്. ഓറിയോ ബിസ്ക്കറ്റ് പിന്നെ ഒരു ഞാലിപ്പൂവൻ പഴം, ഇത്രയാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഞാൻ ഇത് ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശം കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുക. കൂടുതൽ പുതിയ വീഡിയോകളുമായി കാണുന്നതിനേക്കും എല്ലാവർക്കും ബൈ ബൈ.